കർത്താതി കർത്താനും ദേവാദി ദേവനുമേ. 2015 യേശുവോടൊത്ത് സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഡിസംബർ 31 വൈകിട്ട് 6 മുതൽ. പുതുവത്സര സന്ദേശം, അത്ഭുത സാക്ഷ്യങ്ങൾ തങ്കു ബ്രദറും തോമസ് കുട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. 2015 യേശുവോടൊത്ത് കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ. നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നേ, സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നേ. യേശുവേ 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 യേശുവേ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ഇന്നും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കർത്താവ് എനിക്ക് ഇടതന്നല്ലോ. ഞാൻ അന്ന് കർത്താവിന് നന്ദി പറയുന്നു. എല്ലാ മഹത്വവും കർത്താവിന് വേണ്ടി മാത്രം. ഞാൻ പറയട്ടെ, യേശു എത്ര നല്ലവനാണ് അല്ലേ. ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇവിടെ കോട്ടയത്ത് തന്നെ ഹൗസ് വിസിറ്റിങ്ങിനൊക്കെ ഞാൻ പോയായിരുന്നു. കുറേ വീടുകൾ കർത്താവിനെ വെച്ച് കയറാൻ പറ്റി. അപ്പം ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും അവർ പറയുന്നു, ഞങ്ങൾ ഈ TV പ്രോഗ്രാമിന് വേണ്ടി നോക്കിയിരിക്കുകയാണ്. TV പ്രോഗ്രാം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. യേശുവിനെ പറ്റി കേൾക്കാൻ പറ്റുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഞാനൊരു സഹോദരിയുടെ വീട്ടിൽ ചെന്നപ്പോൾ സഹോദരി സാക്ഷ്യം പറയായിരുന്നു. ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് അവർ ആത്മഹത്യ ചെയ്യാൻ പോവുകയൊക്കെ ആയിരുന്നു. അപ്പോഴാണ് നമ്മുടെ രാവിലത്തെ TV-യിലെ നമ്മുടെ മെസ്സേജ് കണ്ടത്, നമ്മുടെ എപ്പിസോഡ് കണ്ടത്. അതിനോട് ശേഷം അവരെ കർത്താവ് സ്പർശിച്ചു, കർത്താവ് അവരെ തൊട്ടു. അവർക്കാണെങ്കിൽ ജീവിതത്തിൽ വലിയൊരു പ്രതീക്ഷ വരാൻ തുടങ്ങി. അവരെ യേശുവിൻ്റെ സ്നേഹത്താൽ നിറയപ്പെട്ടു. ഞാൻ പറയട്ടെ, ജീസസ് ഇസ് മോർ റിയൽ ദാൻ മീ സിറ്റിംഗ് ഓവർ ഹിയർ. ഒരു വചനം കേൾക്കാൻ പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലേക്ക് കൂടി എത്തുന്ന പഴയ നിയമത്തിൽ നിന്ന് ഒരു കഥ കേൾക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇന്ന ഒരു കാര്യം ഇത്രയും വർഷം മുന്നേ നടന്നു. പക്ഷേ ഞാൻ പറയട്ടെ, ദ ബൈബിൾ ദാറ്റ് യു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്, ദാറ്റ് ഇറ്റ്സ് അറ്റ് യുവർ ഹൗസ് റൈറ്റ് നൗ, ഇറ്റ്സ് ദ ആക്ച്വൽ വേർഡ് ഓഫ് ഗോഡ്. ഐ മീൻ കർത്താവിൻ്റെ വചനമാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകളാണ് ഇതെല്ലാം. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ടല്ലോ, ദ വേർഡ് ബിക്കെയിം ഫ്ലെഷ് ആൻഡ് ഡ്വെൽറ്റ് അമംഗ് അസ്. ആമേൻ. എന്ന് പറഞ്ഞാൽ വചനം എന്ന് പറയുന്നത് യേശു തന്നെയാണ്. ആമേൻ. നമ്മൾ അതാണ് ഓരോ തവണ നമ്മൾ എന്നാ പറയുന്നത് ബൈബിൾ വായിക്കുമ്പോൾ ഇറ്റ് ടോക്സ് ടു അസ്. ഇറ്റ്സ് ജീസസ് ഹു ഈസ് ടോക്കിംഗ് ടു യു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന എപ്പിസോഡ് നമ്മുടെ തൃപ്പൂണിത്തറ TVOS മീറ്റിങ്ങിനാണ്. തോമസ് കുട്ടി അങ്കിളാണ് പ്രസംഗിക്കുന്നത്. നമുക്ക് ഞാൻ ഇത് മെസ്സേജ് ഇപ്പോൾ കേട്ടു. ഇറ്റ് വാസ് ആൻ അമേസിങ് മെസ്സേജ്. ആദ്യം നമ്മൾ അന്ന് ആ മീറ്റിംഗ് ഭയങ്കര രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും നടന്ന ഒരു മീറ്റിംഗാണ്. ആദ്യം നമുക്ക് അവിടുത്തെ കുറേ സാക്ഷ്യങ്ങൾ കാണാം. അത് കഴിഞ്ഞ് തോമസ് കുട്ടി അങ്കിളുടെ മെസ്സേജ് കേൾക്കാം. ലിസൺ ആൻഡ് ബി ബ്ലെസ്ഡ്. ഞാൻ പറയട്ടെ, മെസ്സേജ് നിങ്ങൾ ഓരോ തവണ TV പ്രോഗ്രാമിലാണെങ്കിലും ഒരു മീറ്റിങ്ങിന് പോയിരിക്കും മെസ്സേജ് കേൾക്കുമ്പോൾ ജസ്റ്റ് പാസീവായിട്ട് കേട്ടു പോകാതെ ബി ആക്റ്റീവ് ലിസണേഴ്സ്. ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ അത് ക്രിയ ചെയ്യും, അത്ഭുതം നിങ്ങൾ കാണും. സോ ഓവർ ടു ദ മെസ്സേജ്. സ്റ്റേ ബ്ലെസ്ഡ്. പീറ്റർ ബ്രദറും കുഞ്ഞും ഈ കുഞ്ഞുണ്ടായപ്പോൾ ബോഡിക്കകത്ത് സിംറ്റംസ് അകത്ത് ചില ട്യൂമേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർ റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ കൊണ്ട് കാണിച്ചപ്പോഴാണ് അറിയുന്നത് ഈ കുഞ്ഞിന് ക്യാൻസറാണ്. അകത്ത് ഓർഗൻസിനകത്തൊക്കെയും പല ട്യൂമേഴ്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അത് കാണത്താൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്സ് എല്ലാം കുറഞ്ഞ് 6500 അടുത്താണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നിൽക്കുന്നത്. അവരവിടെ ചികിത്സയൊക്കെ ചെയ്തു, പല ട്രീറ്റ്മെൻറ്റ്സൊക്കെ ചെയ്തെങ്കിലും ഒരു വിടുതലും സംഭവിക്കാതെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ സഭയിൽ നിന്ന് കുറച്ച് പേര്, തൃപ്പൂണിത്തുറ ചർച്ചിൽ നിന്ന് കുറച്ച് പേര് ഇങ്ങനെ യേശുവിനെ കുറിച്ച് പറയുകയും ഇന്ന് മീറ്റിങ്ങിന് കടന്നു വരുവാനെന്ന് പറഞ്ഞിട്ട് ഇവർ സെപ്റ്റംബർ മാസം തൃപ്പൂണിത്തുറ ഹാളിൽ കടന്നു വന്നു.
അന്ന് അവിടെ വരുന്ന സമയത്ത് അന്ന് ശുശ്രൂഷിക്കാൻ വരുന്ന ദേവദാസൻ ബസ്സിൽ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് ആ ദേവദാസനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഇന്ന് മീറ്റിങ്ങിന് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്ന ഒരു കുഞ്ഞിനെയുമായിട്ട് ഒരു പിതാവ് അവിടെ വരും, ഇന്ന് അതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആലപ്പുഴ റജി ബ്രദറിനോട് കർത്താവ് സംസാരിച്ചു. ഹല്ലേലൂയ. അതായത് അദ്ദേഹം യാത്രയിലിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഇടപെട്ടു. അതെ, ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നത്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞ ഒരു വ്യക്തി ഇന്ന് മീറ്റിങ്ങിന് കടന്നു വരും, ഇന്ന് എൻ്റെ നാമത്തിൽ ആ കുഞ്ഞ് സൗഖ്യമാകുമെന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങൾ ഇവിടെ വരുമ്പോൾ തന്നെ, ഞാനിവിടെ വരുമ്പോൾ തന്നെ എൻ്റെ ആവശ്യം മുന്നേ അറിഞ്ഞൊരു കർത്താവ് ഉണ്ട്. ഇവിടെ ഇരിക്കുന്നവർ ഇത് കേൾക്കുമ്പോൾ ഓർത്തോണം. ടി വിയിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങളൊരു പ്രശ്നവുമായിട്ടായിരിക്കും ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യം നേരത്തെ അറിഞ്ഞ ഒരു കർത്താവ് ഇന്ന് നിങ്ങളെ സൗഖ്യമാക്കാൻ പോവുക. ബ്രദറെ, അങ്ങനെ റജി ബ്രദർ ആ മീറ്റിങ്ങിന് കടന്നു വന്നു. പീറ്റർ ബ്രദർ ആദ്യമായിട്ടാണ് മീറ്റിങ്ങിന് വരുന്നത്. പ്രാർത്ഥനയുടെ മധ്യത്തിൽ റജി ബ്രദർ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത് കൊണ്ട് ഞാൻ പറയുന്നു, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞ് ഭാരത്താൽ ഞങ്ങൾക്ക് അറിയത്തില്ല, അതായിരുന്നു സിംറ്റം, ഞങ്ങൾക്ക് അറിയത്തില്ല, ക്യാൻസർ ആണെന്ന് അറിയാമായിരുന്നു. പക്ഷേ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു പോയത് ചർച്ചിൽ ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. റജി ബ്രദർ വിളിച്ചു പറഞ്ഞപ്പോൾ പീറ്റർ ബ്രദർ ചാടി എഴുന്നേറ്റ് ആ മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് മുമ്പിൽ വന്നപ്പോൾ 6000-ലധികം പോലും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഇല്ലാത്തൊരവസ്ഥയിലാണ് ഈ കുഞ്ഞുമായിട്ട് വരുന്നത്. ബ്രദറെ, അന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അടുത്ത ദിവസം രാവിലെ ഇവർ തിരുവനന്തപുരത്ത് കടന്നു ചെന്ന് അവിടെ ഡോക്ടർമാർ ടെസ്റ്റ് ചെയ്തപ്പോൾ അത്ഭുതകരമായി അന്നത്തെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 2.5 ലക്ഷമാക്കി എന്റെ കർത്താവ് മാറ്റി. എന്തായിരുന്നു കുഞ്ഞിന് ആദ്യം പ്രോബ്ലം? അവന് സോഫയിൽ നിന്ന് വീണപ്പോൾ ഞങ്ങൾ അവിടുത്തെ കാലിന് വേദനയായിരിക്കുന്നു. ഞാൻ കോട്ടയത്തുള്ള എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ടുപോയി. അവിടെ ഒന്നും അവന് വേദനയ്ക്ക് കുറവില്ല. നിങ്ങൾ കോട്ടയത്തായിരുന്നു? കോട്ടയത്താണ്. മന്ദിരത്തിൽ കൊണ്ട് ഒരാഴ്ച കിടന്നു. അവിടെ കൊടുക്കുമ്പം വേദന കുറയും, പിന്നെയും വേദന. അങ്ങനെ ഒരാഴ്ച അവിടെ കിടന്നു കഴിഞ്ഞിട്ട് ഒരു വേദനയ്ക്കും കുറവില്ല. അങ്ങനെ 1.5 മാസം ഞങ്ങൾ കോട്ടയം എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ടുപോയിട്ട് അവസാനം ആശാൻ ഇവിടെയായിരുന്നു. പറഞ്ഞു നമുക്ക് അമൃത ഇവിടെ എറണാകുളത്ത് അമൃതയിലൊന്ന് കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അമൃത ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇവിടെ കൊണ്ടുവന്നു. പിന്നെ കണ്ടപ്പോഴേ ഡോക്ടർ പറഞ്ഞു ഇവന് എന്തോ കുഴപ്പമുണ്ട്, പിന്നെ അതുപോലെ ഇങ്ങനെയൊന്നും അല്ലിരുന്നത്, അങ്ങനെ എന്തോ കുഴപ്പമുണ്ട്, അവനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. 4 ദിവസം കൊണ്ട് അവൻ്റെ എല്ലാ ബോഡി എല്ലാം ഫുള്ള് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളോട് പറഞ്ഞത് MRI ചെയ്ത് നോക്കിയപ്പോൾ തന്നെ പറഞ്ഞു അവൻ്റെ ഹിപ്പിൻ്റെ ഇടയിൽ, വലത്തെ കാലിൻ്റെ ഹിപ്പിൻ്റെ ഇടയിൽ ഒരു ട്യൂമർ വളരുന്നുണ്ട്. അത് പെട്ടെന്ന് ഞങ്ങളെല്ലാം CD എല്ലാം എടുത്ത് കാണിച്ചു. അത് ഓപ്പറേഷൻ ചെയ്ത് കളയണം, എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നിങ്ങൾക്ക് എവിടെ ചെയ്യണമെന്ന് തീരുമാനം എടുക്കാതെ പറഞ്ഞു. ഞങ്ങളെ പലയിടത്തും വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞ് ഏറ്റവും പെട്ടെന്ന് ചെയ്യുവാണെങ്കിൽ അത് നല്ലതാണ്, അതുകൊണ്ട് നിങ്ങൾ RCCയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു ട്രിവാൻഡ്രത്ത്. അവിടെ ചെന്ന് ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ട് ഞങ്ങളെ CD എല്ലാം ഇവിടെ കാണിച്ചു. പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ കുഞ്ഞിനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് RCC കൊണ്ടുനിന്നു. അവിടെ ചെന്നപ്പോൾ ഈ റിപ്പോർട്ടെല്ലാം കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങളിവിടെ റിപ്പീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അവർ റിപ്പീറ്റ് ചെയ്തപ്പം അന്നേരം ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കെല്ലാം വിളിച്ച് പറയുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ റിപ്പീറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ബ്ലഡിനകത്ത് ചെറിയ മണികൾ പോലെ, അതുകൊണ്ട് ബെർക്കപ്സ് ലിംഫോമ എന്ന് പറഞ്ഞ അസുഖമാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. 6 മാസത്തെ ട്രീറ്റ്മെൻറ്റാണ് പറഞ്ഞത്. പെട്ടെന്ന് ഞങ്ങളെ അവിടെ കിടത്തി. അവർ ഒരാഴ്ചത്തോളം അതിൻ്റെ എല്ലാം എന്താ ചെയ്ത് കഴിഞ്ഞു. 6 മാസത്തെ ട്രീറ്റ്മെൻറ്റാന്ന് പറഞ്ഞ് കീമോ കൊടുക്കാൻ തുടങ്ങി. ആദ്യത്തെ കീമോ കൊടുത്തപ്പോഴത്തേനും പക്ഷെ ആകപ്പാടെ അങ്ങ് പോയി, മരണത്തിൻ്റെ അവസ്ഥയിലായി. ഞങ്ങൾ പിന്നെ അതുപോലെ പലരും എൻ്റെ കൈയുടെ വണ്ണം പോലും ഇല്ലായിരുന്നു കുഞ്ഞിന് ആദ്യത്തെ കീമോ കഴിഞ്ഞപ്പോൾ. എല്ലാം ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു. ഞങ്ങളോട് പറഞ്ഞു എൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞു, അതുകൊണ്ട് 10 ദിവസം എൻ്റെ ഇതെല്ലാം ലാസ്റ്റത്തെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു 10 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞ് ഞങ്ങളെ വീട്ടിലോട്ട് വിട്ടു. ഞങ്ങളിവിടെ എറണാകുളത്ത് വന്നു. അന്നേരം 10 ദിവസം ഉണ്ട്. അപ്പോൾ ഇവൻ്റെ ഇതെല്ലാം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഭയമായിപ്പോയി. അങ്ങനെ ഞങ്ങളിവിടെ 10 ദിവസത്തെ അവധിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കിനാണ് ഞങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. എൻ്റെ ഓഫീസിൽ ഞാൻ ബിസിനസ്സോട് പ്രാർത്ഥനയ്ക്ക് വന്നത് ദേവദാസം വിളിച്ച് പറഞ്ഞായിരുന്നു. അന്നേരം ഞാൻ എഴുന്നേറ്റ് നിന്ന് എൻ്റെ കുഞ്ഞാണ് ക്യാൻസറായി ബാധിച്ച് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞ കുഞ്ഞെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും ടെസ്റ്റിന് വേണ്ടി തിരുവനന്തപുരത്ത് ചെന്നു. ആ ടെസ്റ്റിൽ ഞങ്ങൾ കുഞ്ഞിന് എല്ലാം ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, പ്ലേറ്റ്ലെറ്റ് ടെസ്റ്റ് ചെയ്തു, ലിവർ ടെസ്റ്റ് ചെയ്തു. അതിലെല്ലാം കൊടുത്തിട്ടാണ് റിപ്പോർട്ട് കൊണ്ട് ഞങ്ങൾ ചെല്ലുന്നത്. അവിടെ ചെന്ന് റിപ്പോർട്ട് കാണിച്ചു പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ് ഇതെല്ലാം നോർമലാണ്, ഒരു കുഴപ്പമില്ല കുഞ്ഞിന്, ഇവൻ എവറിത്തിങ് ഈസ് ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, എല്ലാം 3 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ പറഞ്ഞിട്ട് ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല, ഒരു ടാബ്ലറ്റ് പോലും പിന്നെ ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ എവറിത്തിങ് ഈസ് ഓക്കെ, നിങ്ങൾ 3 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യുക, ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട, ഇവൻ്റെ എല്ലാം നോർമലാണ്. കാരണം ആദ്യം ടെസ്റ്റ് ചെയ്തപ്പം ഒരു കിഡ്നി ഫെയിലായിരുന്നു. ഒരു കിഡ്നി ആദ്യം ഫെയിലായിരുന്നു ഇവിടുന്ന് പോകുമ്പോൾ. ആ കിഡ്നിയാണ് അവൻ വീണ്ടും ജനിച്ച് ആദ്യത്തെ ഈ ട്രീറ്റ്മെൻറ്റ് കൂടെ കിട്ടിയത്, ഈ പ്രാർത്ഥനകൾ കിട്ടിയത്. ഇപ്പൊ ആ കിഡ്നിയും പ്രവർത്തിക്കുന്നുണ്ട്. എവറിത്തിങ് ഈ 3 മാസം കൂടുമ്പോൾ എല്ലാം ചെക്ക് ചെയ്യും. ബോഡി കംപ്ലീറ്റ് ചെക്കിങ്ങാണ്. കിഡ്നിയും ലിവറും ബ്ലഡും
പ്ലേറ്ററ്റ് എല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് അവർ പറയുന്നത് 3 മാസം. ഇപ്പം 3 ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ 3 ചെക്കപ്പിലും എവറിത്തിങ് ഓക്കെ. ഇപ്പൊ ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? 1 വർഷമായി. ഒരു വർഷമായിട്ട് ഒരു കുഴപ്പമില്ല. ഒരു പനി പോലും വന്നിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനം ജഡം ആയി തീർന്നു. വചനം ജഡം എടുത്തെന്നല്ല, പിന്നെ വചനം ജഡമായി. Word became flesh and he dwelt among us. വചനം ജഡരൂപമെടുത്തു, അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. വചനം വചനം എന്ന് നമ്മൾ സാധാരണ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ബൈബിൾ എന്നും പഴയ നിയമമെന്നും പുതിയ നിയമമെന്നുമാണ്. എന്നാൽ വചനം എന്നത് ഒരു ഗ്രന്ഥമല്ല, അക്ഷരമല്ല, ഒരാളുടെ പേരത്രേ. അവൻ്റെ പേരത്രേ യേശു. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോഴും വചനത്തെ ഒരു ഐഡിയ ആയിട്ടല്ല, ഒരു വസ്തുവായിട്ടല്ല, ഒരാശയമായിട്ടല്ല, ഒരു ഗ്രന്ഥമായിട്ടല്ല, ഒരു വ്യക്തിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനം 4-ന്റെ 12-ാമത് വാക്യം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും. അതെ, നിശ്ചയമായിട്ടും ദൈവവചനം പ്രസ്താവിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യും? നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിന്തകളെ, ഭാവങ്ങളെ വെളിയിൽ കൊണ്ടുവരും. അടുത്ത വാക്യം പറയാണ്, ദൈവവചനം എല്ലാ ഹൃദയ രഹസ്യങ്ങളെ പോലും മനസ്സിലാക്കും. മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പോലും ദൈവവചനം വെളിയിൽ കൊണ്ടുവരും. അതാണ് അടുത്ത വാക്യം. വായിച്ചാട്ടെ. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അതിന് മറഞ്ഞിരിക്കുന്ന സൃഷ്ടിയില്ലെന്നല്ല, പിന്നെ അവന് ഓർക്കെ പറഞ്ഞ് അടുത്തിരിക്കുന്ന പറഞ്ഞ വചനം ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. അവന്റെ പേരത്ര യേശു. അവനാണ് ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തത്. ഇന്ന് ഞാൻ ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനം പ്രഘോഷിക്കുമ്പോൾ യേശു ഇവിടെങ്ങാനും വന്നിട്ടുണ്ടോ എന്ന് തപ്പണ്ട. നമ്മളിങ്ങനെ കർത്താവിൻ്റെ ഒരു വാക്ക് വായിക്കുന്നു, 2-3 പേര് എൻ്റെ നാമത്തിൽ കൂടുമ്പോൾ ഞാൻ അവരുടെ നടുവിലുണ്ട്. കൃത്യം ഈ ഹോളിൻ്റെ റേഡിയസ് പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ പോയി നോക്കണ്ട യേശു നിപ്പുണ്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയണം. യേശു അവരോട് ഇങ്ങനെ പറഞ്ഞ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടതുകൊണ്ട് നിങ്ങൾ പോയി സുവിശേഷം പറയണം. രോഗികൾ സൗഖ്യമാകും, അത്ഭുതങ്ങൾ നടക്കും, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം എന്നെല്ലാം പറഞ്ഞിട്ട് ഒടുവിൽ പറയാം, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ആരുടെ കൂടെ? വചനം പറയുന്നവരുടെ കൂടെ, വചനത്തിലൂടെ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. മറക്കരുത്, ഡിസംബർ 31 ബുധനാഴ്ചയാണ്. ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് നമ്മുടെ പുതുവത്സര ശുശ്രൂഷ ആരംഭിക്കും. 2015 നമുക്ക് യേശുവിൻ്റെ കൂടെ കടക്കാം. മനോഹരമായ പുതുവത്സര ശുശ്രൂഷ ഉണ്ടായിരിക്കും. സോ കം ടു കോട്ടയം, December 31st, Wednesday, evening 6 to midnight. Let us be together at the feet of Jesus. 2015 യേശുവോടൊത്ത് സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഡിസംബർ 31 വൈകിട്ട് 6 മുതൽ. പുതുവത്സര സന്ദേശം, 150 അംഗ വർഷിപ്പ് ടീമിനൊപ്പം ആരാധന, അത്ഭുത സാക്ഷ്യങ്ങൾ. തങ്കു ബ്രദറും തോമസ് ഊട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. വരിക, ഈ പുതുവത്സരം യേശുവോടൊപ്പം. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വചനം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ വചനം. ചില പറയാറുണ്ട് ബൈബിള് മൊത്തം വചനമല്ലേ. വചനമാണ്. നമ്മളെ പ്രായലേഖനത്തിൽ വായിക്കുന്നുണ്ട് എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാണ്. പക്ഷെ എല്ലാ ബൈബിളിലെ എല്ലാ വചനങ്ങളും ക്രിസ്തുവിനെ കുറിച്ചുള്ളതല്ല. പഴയ നിയമം വചനം വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. അവർക്ക് പറഞ്ഞ പഴയ നിയമം എന്തോ പറഞ്ഞു? വചനം വരാൻ പോകുന്നു. സുവിശേഷങ്ങൾ പറഞ്ഞ് ഇതാ വചനം വന്നിരിക്കുന്നു.
ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ലേഖനങ്ങളിൽ യേശു കർത്താവ് തന്നെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ പോയ ശേഷം പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ വരുമ്പോൾ എന്നെ നിങ്ങൾക്ക് ശരിക്കും വെളിപ്പെടുത്തി തരും. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന ശേഷം അപ്പോസ്തലന്മാരിലൂടെയാണ് വചനം നമ്മുടെ ഇടയിൽ വന്ന വചനത്തെ നമുക്ക് വെളിപ്പെടുത്തിയത്. ചുരുക്കി പറഞ്ഞാൽ ഇത് യേശു തന്നെയാണ് വചനം. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ യേശു തന്നെയാണ് വചനം. അതുകൊണ്ടാണ് വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറയുന്ന യോഹന്നാൻ 1:14 നമ്മൾ വായിച്ചേ. അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. യോഹന്നാൻ 1:1. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആദിയിൽ വചനം ഉണ്ടായി അല്ല, പിന്നെ ഉണ്ടായിരുന്നു. വചനം ഉണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. എല്ലാവരും പറഞ്ഞേ വചനം ദൈവമാ. വചനം ദൈവമാണ്. ആ വചനത്തെ കുറിച്ചാണ് 14-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. വചനം ജഡമായി വചനം ജഡം ധരിച്ചു. ഉറക്കെ പറഞ്ഞേ വചനം ജഡം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ദൈവം ജഡത്തിലല്ല വസിക്കുന്നത്. ദൈവം അരൂപിയ. എന്നെ നിങ്ങളെയും പോലെ ഒരു ശരീരം ദൈവത്തിനില്ല. ദൈവം ആത്മാവാ. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ജഡത്തിലാണല്ലോ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ദൈവം ഏറ്റവും സ്നേഹിക്കുന്നത് ആ മനുഷ്യനെ. തൻ്റെ ശ്വാസത്തിൽ നിന്ന്, തൻ്റെ ജീവനിൽ നിന്ന്, ഒരപ്പൻ്റെ അമ്മയുടെയും ഉള്ളിൽ നിന്ന്, ഉദരത്തിൽ നിന്ന് ഒരു പിറന്ന കുഞ്ഞിനോട് അവർക്ക് എങ്ങനെ സ്നേഹമുണ്ടാവും? അങ്ങനെ ദൈവത്തിൻ്റെ ഉദരത്തിൽ നിന്ന് പിറന്നതാ മനുഷ്യർ. ഹല്ലേലൂയ. തൻ്റെ ഉള്ളിലെ ശ്വാസത്താൽ, തൻ്റെ ബീജത്താലാണ് മനുഷ്യനെ ദൈവം ഉരുവാക്കിയത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ സാത്താൻ വഞ്ചിച്ചു. ദൈവ ജീവൻ അവനിൽ നിന്ന് വിട്ടുപോയി. ദൈവത്തോടുള്ള ബന്ധം അവന് വിട്ടുപോയതോടെ സാത്താൻ അവനെ ആക്രമിക്കാൻ തുടങ്ങി. രോഗങ്ങൾ, ഭാരങ്ങൾ, നിരാശകൾ, അസമാധാനം, കുടുംബവഴക്കുകൾ, തകർച്ചകൾ മുഴുവൻ ആദ്യ കുടുംബം മുതലേ ഉണ്ടായി. എന്ന ദൈവിക ബന്ധത്തിൽ നിന്ന് മനുഷ്യനകന്നോ, ആദ്യം തന്നെ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും പഴിചാരാൻ തുടങ്ങി. ഇളയ മകനെ മൂത്ത മകൻ അതേ വീട്ടിൽ കൊന്നു. ആദാമിൻ്റെ വീട്ടിൽ കൊലപാതകം നടന്നു. തുടർന്നിങ്ങോട്ട് യുദ്ധങ്ങൾ, യുദ്ധസ്ഥിതികൾ, അവിശ്വാസങ്ങൾ, നിരാശകൾ, ഭയങ്ങൾ, ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, യുദ്ധങ്ങളുടെ ഒരു നീണ്ട ചരിത്രം മാനവജാതിയിൽ നമ്മൾ കാണുന്നു. നമ്മളെ അപ്പോസ്തല പ്രവൃത്തികൾ ഇങ്ങനെ വായിക്കുന്നു, ഒരുത്തനിൽ നിന്നാണ് മനുഷ്യജാതി മുഴുവൻ ഉളവായത്. പിന്നെയാണ് ജാതികളും ജനതകളും വർഗങ്ങളും വർണ്ണങ്ങളും എല്ലാം ഉണ്ടായത്. ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി മുഴുവൻ ഉളവായെങ്കിൽ ഒരുത്തനിലൂടെ മനുഷ്യജാതിയെ രക്ഷിപ്പാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായി. ആ ഒരുത്തനത്ര യേശു. ആദ്യത്തെ ആദാം പാപം ചെയ്തെങ്കിൽ ഒടുവിലത്തെ ആദാം എന്ന ക്രിസ്തുവിൻ്റെ പേര്, ഒടുവിലത്തെ ആദാമിലൂടെ വേറൊരു ജനനം നമുക്ക് തന്നു. അതിനെക്കുറിച്ചാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ യേശുവിൽ വിശ്വസിക്കുന്ന നിമിഷം ഒരു വ്യക്തിയിലെ നഷ്ടപ്പെട്ട ദൈവജീവൻ മടക്കി കിട്ടുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യൻ ജഡത്തിലുള്ളതായതുകൊണ്ട് പാപം ചെയ്ത മനുഷ്യന് പരിഹാരം കൊടുക്കുവാൻ ദൈവം ജഡത്തിൽ വരേണ്ടത് ആവശ്യമായിരുന്നു. അതിനെക്കുറിച്ചാണ് എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, തൻ്റെ മക്കളായ നമ്മൾ ജഡത്തിലും രക്തത്തിലും ആയതുകൊണ്ട് നമ്മളെ രക്ഷിപ്പാൻ അവനും ജഡത്തിൽ വരേണ്ടതായി വന്നു. എബ്രായർ 2:14. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. മനുഷ്യൻ ശരീരത്തിലിരുന്ന മനുഷ്യന്റെ മേൽ പിശാച് കർത്തൃത്വം നടത്തി. അതുകൊണ്ട് തന്നെ അവൻ മനുഷ്യനായി വന്ന്, ശരീരമുള്ളവനായി വന്ന് പിശാചിന്റെ മേൽ ജയമെടുത്തു. പ്രൈസ് ദി ലോർഡ്. ജഡത്തിൽ മനുഷ്യൻ ചെയ്ത പാപത്തിന് കർത്താവിൻ്റെ ജഡത്തിൽ അവൻ കഷ്ടം അനുഭവിച്ചു. അവൻ അടികൊണ്ടു, മരിച്ചു, അടക്കപ്പെട്ടു. പക്ഷേ അവിടെ കൊണ്ട് തീർന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുന്നു, മരണം അവനെ പിടിച്ചു വെക്കുന്ന അസാധ്യമായിരുന്നു. യേശു തന്നെ പറഞ്ഞു, എൻ്റെ ജീവനെ വെച്ചുകൊടുപ്പാനും അതിനെ തിരികെ പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട്. ലോകത്തിൽ ആരെങ്ങനെ പറഞ്ഞിട്ടുണ്ട്? ലോകത്തിൽ എത്രയോ മഹാന്മാർ വന്നിട്ടുണ്ട്. ചിലരൊക്കെ ഞാൻ മരിക്കാറായെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലന്മാർ തങ്ങൾ മരിക്കാറായെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എൻ്റെ ജീവനെ വെച്ചുകൊടുപ്പാനും അതിനെ തിരികെ പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞ ഒരുവനെ ലോകത്ത് വന്നിട്ടുള്ളൂ. അതത്ര യേശു ക്രിസ്തു. ജീവന്റെ നായകനായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. അവന് ജീവൻ തിരികെ പ്രാപിപ്പാൻ അധികാരമുണ്ടെന്ന് മാത്രമല്ല, തന്നിൽ ആശ്രയിക്കുന്നവൻ ജീവൻ കൊടുക്കാനും അധികാരമുണ്ട്. അതുകൊണ്ടാണ് ബൈബിളിലെ ഏറ്റവും പ്രസിദ്ധമായ വചനം ഇതാണ്, യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, അവിടെ ജാതിയില്ല, വർഗമില്ല, മതമില്ല, സമൂഹമില്ല. ഈ വചനം എന്നും സത്യമായി നിലകൊള്ളുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന
ഏവനും, ഇന്ന് എന്നെ കേൾക്കുന്ന ഏവരോടും എനിക്കൊരു സദ്വർത്തമാനം പറയാനുണ്ട്. ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. യേശുക്രിസ്തുവിന്റെ സുവിശേഷം ഒരു വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല, ഒരു ഭൂവിഭാഗത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, ഒരു പ്രത്യേക ജനതയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, സകല മാനവജാതിക്കും വേണ്ടി. അതാണ് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഉയർത്തെഴുന്നേറ്റ കർത്താവിനും തൻ്റെ താൻ ഒരു ആത്മീയ ശരീരത്തിലാണ് വെളിപ്പെട്ടത്. തന്നെ സ്പർശിച്ചു, താൻ അവരെ സ്പർശിച്ചെന്ന് കാണുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എവിടെ ഉയർത്തെഴുന്നേറ്റ എന്നെക്കുറിച്ച് ഈ വചനം പറയുമോ ആ വചനത്തിൽ കൂടെ തന്നെ ഞാൻ ഉണ്ടായിരിക്കും. ഞാൻ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം, ഇന്ന് ഈ കേൾക്കുന്ന സന്ദേശം, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഹൃദയത്തിൽ ആര് സ്വീകരിക്കുമോ നിങ്ങളുടെ ജീവിതം പാടെ മാറും. ആദാമിൽ കൂടെ വന്ന തകർച്ച മാറിയിട്ട് ക്രിസ്തുവിൽ കൂടെ വന്ന നിത്യജീവൻ്റെ ഓഹരി നിങ്ങൾക്കും എനിക്കും ഉണ്ടാവും. ഇതൊരു തോന്നലല്ല. ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന നിമിഷം നിങ്ങൾ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ദിവ്യ സമാധാനം അനുഭവിക്കും. യേശു പറഞ്ഞു, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകടിയിൽ മറയ്ക്കുന്ന പോലെ ഞാൻ മറയ്ക്കാം. ഒരു പുള്ളോ പരുന്തോ കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കാൻ വരുമ്പോൾ അവ ബഹളം വെച്ച് ചിന്നി ഓടും. എന്നാൽ അമ്മയുടെ ശബ്ദം കേട്ട് അമ്മയുടെ ചിറകടിയിൽ ഒളിക്കുമ്പോൾ ആ കുഞ്ഞിന് എന്തൊരാശ്വാസമായിരിക്കും. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ ആരുമാകട്ടെ, യേശുവിൻ്റെ ശബ്ദം, അമ്മയുടെ ശബ്ദം, അവൻ്റെ വചനം ഇന്ന് മാനവജാതിയോട് വരിക. ഈ ശബ്ദം കേട്ട് നീ ഓടി ആ ചിറകടിയിൽ ഒളിച്ചാൽ ആ കോഴിക്കുഞ്ഞിനുണ്ടായ സ്വസ്ഥതയേക്കാൾ ഒരു വലിയ രക്ഷയുടെ ഉറപ്പ് കർത്താവ് നമുക്ക് നൽകി തരും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് മാത്രം നിത്യതയെക്കുറിച്ച് ഉറപ്പാണ്. അവരുടെ ഹൃദയത്തിൽ വലിയൊരു ധൈര്യമാണ്. പ്രതിബന്ധങ്ങൾ കണ്ടേക്കാം, പ്രയാസങ്ങൾ കണ്ടേക്കാം, ഇനിയും പ്രാർത്ഥിച്ച പല കാര്യങ്ങളുടെയും വിടുതൽ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷെ അവരുടെ ഉള്ളിൽ ഏറ്റവും വലിയൊരു സമാധാനമുണ്ട്. യേശു കർത്താവ് മാത്രം തൻ്റെ തിരുവായാൽ പറഞ്ഞൊരു വചനമുണ്ട്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. ഇങ്ങനെയാണ് ആ വചനം പറഞ്ഞത്, ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. സമാധാനം തരുമെന്നല്ല, പിന്നെ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും, അത് ലോകം തരുന്നത് പോലെയല്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ വചനത്തിൽ കൂടെ തന്നെയാണ് കർത്താവ് നമ്മളോട് ഇടപെടുന്നത്. ഞാനീ പറഞ്ഞതിൻ്റെ താല്പര്യം, എനിക്ക് നിങ്ങളോട് പറയാൻ ഒരൊറ്റ സന്ദേശമേ ഉള്ളൂ, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു എവിടെയുണ്ടോ അവിടെ സൗഖ്യമുണ്ട്. ഓരോ തവണ നിങ്ങൾ വചനം പറയുന്നത്, അത് ഞാൻ പറയട്ടെ, യേശുവിനെയാണ് അത് പറയുന്നത്. അത് അവിടെ സൗഖ്യം നടന്നാലേ തീരും. ഹല്ലേലൂയ. ഈ മെസ്സേജ് കണ്ടിന്യൂ ചെയ്യും. നാളെയും വരുന്ന ദിവസങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയണം, റിലേറ്റീവ്സിനോട് പറയണം. ദിസ് മെസ്സേജ് ഈസ് ഗോയിങ് ടു ചേഞ്ച് യുവർ ലൈഫ്. സോ നമുക്ക് പ്രാർത്ഥിക്കാം. അതുമാത്രം ഇന്നിപ്പോൾ പ്രാർത്ഥിക്കുന്ന കൂടാതെ നിങ്ങൾക്ക് 24 hours എന്ത് പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. അവർ പ്രാർത്ഥിക്കും. ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സാക്ഷ്യങ്ങളാണ് ഞങ്ങൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സാക്ഷ്യങ്ങളെല്ലാം ഞങ്ങളെ വിളിച്ചറിയിക്കുക. നിങ്ങൾ ഹൗ ഡു യു ഫീൽ അബൌട്ട് ദ TV പ്രോഗ്രാംസ്, എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി, അതെല്ലാം ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഇറ്റ്സ് എ ഗ്രേറ്റ് ബൂസ്റ്റ് ഫോർ അസ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറയട്ടെ, ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇന്നോ ഈ വരുന്ന ആഴ്ചയിലോ നേരിടുന്ന എന്ത് വിഷയമായിക്കോട്ടെ, എന്ത് വലിയ വിഷയമില്ല, കടഭാരമായിക്കോട്ടെ, നിങ്ങളുടെ ഒരു രോഗമായിക്കോട്ടെ, നിങ്ങളുടെ പിള്ളേരുടെ കാര്യമായിക്കോട്ടെ, ഞാൻ പറയട്ടെ, ഒരു ചെറിയ ഒരു തലവേദനയും വലിയൊരു ക്യാൻസറും എൻ്റെ യേശുവിന് ഒരുപോലെ തന്നെയാണ്. യേശുവിൻ്റെ നാമത്തിലാണ് അത്ഭുതം ഇരിക്കുന്നത്. അത് എന്തും ആയിക്കോട്ടെ, ഞാൻ പറയട്ടെ, കർത്താവ് സൗഖ്യമാക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നല്ലോ യേശുവെ, 2-3 പേർ നിൻ്റെ നാമത്തിൽ എവിടെ കൂടെ വന്നാലും അവരുടെ മധ്യർത്താവെ നീ ഉണ്ടെന്ന് നീ പറഞ്ഞല്ലോ. യേശുവെ, ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ റൂമിൽ നിങ്ങൾ കേൾക്കുന്ന സ്ഥലത്ത് എവിടെയാണോ കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നിൻ്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നതിനായി നന്ദി എൻ്റെ കർത്താവെ. അവർ നേരിടുന്ന എന്ത് വിഷയമുള്ള കർത്താവ് എനിക്കറിയത്തില്ലെങ്കിലും കർത്താവെ, യു നോ ദം. In the name of Jesus, let every pain in their body go. യേശു നാമത്തിൽ ആരെയും രോഗികളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. സൗഖ്യം ഞാൻ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. വീണ്ടും കാണും വരെയും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. രാജാതിരാജനും കർത്താതി കർത്താനും ദേവാതി ദേവനുമേ. 2015 യേശുവോടൊത്ത്
സ്വർഗീയ വിരുന്ന് പുതുവത്സര ശുശ്രൂഷ കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഡിസംബർ 31 വൈകിട്ട് 6 മുതൽ. പുതുവത്സര സന്ദേശം അത്ഭുത സാക്ഷ്യങ്ങൾ തങ്കു ബ്രദറും തോമസ് കുട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. 2015 യേശുവോടൊത്ത് കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഞാൻ വാഴ്ത്തിയിടുന്നേ, സന്തോഷം തന്നോനെ, ആനന്ദം തന്നോനെ, നിന്നെ ഞാൻ വാഴ്ത്തിയിടുന്നേ. യേശുവേ 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 യേശുവേ. രക്തം ചൊരിഞ്ഞെന്നെ സ്വന്തമാക്കിയോനെ, ഞാൻ നിന്റെ മാത്രമാണേ. രക്തം ചൊരിഞ്ഞെന്നെ സ്വന്തമാക്കിയോനെ, ഞാൻ നിന്റെ മാത്രമാണേ. യേശുവേ 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 യേശുവേ. ക്രൂശിൽ മരിച്ചിട്ടുയർത്തെഴുന്നേറ്റൊരു ജീവനാം നായകനെ സൗഖ്യമാക്കി